കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെ പോലെ പെൻഷൻ ജീവനക്കാർക്കും ദുരിതകാലമാണിതെന്നും മറ്റു പല പെൻഷൻ സംഘടനകളും സർക്കാർ വിലാസം സംഘടനകളായി പ്രവർത്തിക്കുമ്പോൾ പെൻഷൻ ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി നിരന്തരം പോരാടുന്ന ഏക സംഘടന KSSPA മാത്രമാണെന്ന് AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 40ാമത് കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് പിടിച്ചു നിർത്താതെ സർക്കാർ മറ്റെല്ലാ തരത്തിലുമുള്ള അമിതഭാരം കൂടി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകാതെ ജീവിതം ദുരിതപൂർണമാക്കിയെന്നും PC വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. ചെറിയ സംഖ്യയാണ്, 65,000 കോടി രൂപ നൽകാനുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 19% വരുന്ന DA കുടിശ്ശിക. അതുപോലെ തന്നെ ഈ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക. 2 ലക്ഷത്തോളം പെൻഷൻകാര് ഈ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക യഥാസമയം ലഭിക്കാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? ഈ കാലയളവിൽ അപ്പോ ഇത് കിട്ടേണ്ട സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കുമായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. ജില്ലാ പ്രസിഡന്റ് PK മണിലാൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. KSSPA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR കുറുപ്പ് സംഘടനാ സന്ദേശം നൽകി. നേതാക്കളായ KV മുരളി, TS സലീം, രാജൻ കുരുക്കൾ, KD പ്രകാശൻ, PV സുരേന്ദ്രൻ, TR രമേശൻ, PJ ആന്റണി, BI പ്രദീപ് കുമാർ, C സുരേഷ് കുമാർ, ലീലാമ ജിമ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി ദേവസ്വം ഗ്രൗണ്ടിൽ നിന്നും വൈക്കം നഗരത്തെ മൂവർണ്ണ കൊടിയിലഴ്ത്തി നടന്ന പ്രകടനത്തിൽ വനിതാ പ്രവർത്തകർ അടക്കം ആയിരങ്ങൾ അണിനിരന്നു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി MP വേലായുധനും വനിതാ സമ്മേളനം KPCC സെക്രട്ടറി സുധാ കുര്യനും ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLAയും സമാപന സമ്മേളനം UDF ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസും ഉദ്ഘാടനം ചെയ്തു. i4U ന്യൂസ്, വൈക്കം.